നമ്മോട് സംസാരിച്ചതിന്. റിയാസ് KMR VS-നെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ കണ്ണേ കരളെ എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ സാർത്ഥകതയെക്കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു. കണ്ണേ കരളെ എന്നുള്ള വാക്കിലെ കരളെ എന്ന വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നീ എൻ്റെ കരളാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ പൈങ്കിളിവൽക്കരിച്ചുകൊണ്ട് അത് പൈങ്കിളി പ്രയോഗമാണ് എന്ന് പറയാറുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ടും സഖാക്കളെ സംബന്ധിച്ചിട്ടും അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അവർ ഉപയോഗിക്കാറുമില്ല. കരൾ എന്ന് പറയുന്നത് ശരീരത്തിലെ മൊത്തം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അവയവം മാത്രമാണ്. അതിന് വൈകാരികതയുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് സൂചിപ്പിക്കപ്പെട്ടിരുന്നിടത്തു നിന്നാണ് ഒരു മൊത്തം ജനതയും ഒരു വിപ്ലവ സൂര്യനായിട്ടുള്ള സഖാവിനെ ഞങ്ങളുടെ കണ്ണാണ് എന്നും കരളാണ് എന്നും സൂചിപ്പിക്കുന്ന രീതിയിൽ ആ ഉപമ വിശേഷണമായിട്ട് ഉപയോഗിച്ചത്. റിയാസ് KMR-ലേക്ക് വരാം. അതിനു മുൻപ് ഡി ബിനോയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡി ബിനോയ്, ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം താല്പര്യമുണ്ടാവുക ഇന്ന് വൈകിട്ട് 5 മണി മുതൽ നടക്കാനിരിക്കുന്ന പൊതുദർശനം, അതിനുശേഷം പിന്നെ എവിടെയായിരിക്കും, എങ്ങോട്ട് കൊണ്ടുപോകും, വിലാപയാത്ര, സംസ്കാര ചടങ്ങുകൾ, അതിലേതെങ്കിലും ഒന്നിൽ തങ്ങൾക്ക് VS-നെ കാണാൻ കഴിയുമോ എന്ന് അവർക്ക് ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് വളരെ ശാന്തമായി സ്വസ്ഥമായി എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവുന്ന രീതിയിൽ സമയമെടുത്ത് വിശദീകരിച്ച് തന്നെ ഇപ്പോൾ AK സെന്ററിൽ ആരംഭിക്കാനിരിക്കുന്ന പൊതുദർശനം മുതൽ സംസ്കാര ചടങ്ങുകൾ വരെയുള്ള കാര്യം ഒന്ന് വിശദീകരിക്കാമോ? വൈകിട്ട് 5 മണിക്ക് പഴയ AKG സെന്ററിലായിരിക്കും പൊതുദർശനം ആരംഭിക്കുക. അതിനുശേഷം തിരുവനന്തപുരത്തെ വസതിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നാളെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ഇന്ന് വൈകിട്ട് 3:20 തിരുവനന്തപുരത്തായിരുന്നു VS അച്യുതാനന്ദൻ്റെ അന്ത്യം. ഇന്ന് ആദ്യം എത്തിക്കുക പഴയ AK സെന്ററിലായിരിക്കും. രാത്രി മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തിക്കും. നാളെ രാവിലെ 9 മുതൽ ദർബാർ ഹാളിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. നാളെ ഉച്ച കഴിഞ്ഞ് വിലാപയാത്ര ആരംഭിക്കും. ആ വിലാപയാത്ര ആലപ്പുഴയിലേക്കാണ്. മറ്റന്നാൾ ആലപ്പുഴയിൽ പൊതുദർശനം ഉണ്ടാവും. ആദ്യ പൊതുദർശനം വേലിക്കകത്ത് വീട്ടിൽ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ. ആലപ്പുഴ ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടായിരിക്കും മറ്റന്നാൾ. സംസ്കാര ചടങ്ങുകൾ മറ്റന്നാൾ വലിയ ചുടുകാട്ടിൽ ആയിരിക്കും നടക്കുക. റിയാസ് KMR, കണ്ണേ കരളെ എന്നുള്ള വാക്ക് ഈ നിമിഷം ഓർത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. റിയാസ്, തുടരൂ. തീർച്ചയായും. കാരണം VS-നെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് തന്നെ സമരം തന്നെ ജീവിതം എന്നുള്ളതാണ്. അത് മാധ്യമം ആഴ്ചപ്പതിപ്പിലാണത് വിവിധ ഖണ്ഡശകളായിട്ട് പ്രസിദ്ധീകരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. സമരം തന്നെ ജീവിതമാക്കിയ ഒരു ജനകീയനായ ജനപക്ഷ നേതാവ്, ജനങ്ങളുടെ ഹൃദയം കവർന്ന ജനങ്ങളുടെ സ്വന്തം നേതാവ്. എന്ത് അനീതി ഉണ്ടായാലും അവിടെ വിളിപ്പുറത്ത് VS ഉണ്ടാകും എന്ന പ്രതീക്ഷ പങ്കുവച്ചിരുന്ന ഒരു ജനത നമുക്കുണ്ടായിരുന്നു. സാധാരണയായി ഇത്തരം നേതാക്കളുടെ ഇടപെടൽ നമ്മൾ കാണാറുള്ളത് അവരുടെ പാർട്ടി, അവരുടെ പക്ഷം ഒക്കെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ പലരും സമരരംഗത്തേക്കൊക്കെ ഇറങ്ങുന്നൊരു കാഴ്ച കാണാറുണ്ട്. പക്ഷേ ഭരണതലത്തിൽ പോലും സ്വന്തം പാർട്ടി ഇരിക്കുമ്പോൾ പോലും അവിടെ എന്തെങ്കിലും തെറ്റായി സംഭവിച്ചാൽ ആ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ സഖാവ് VS എന്ന് പറയുന്ന ആ 2 അക്ഷരമുള്ള ആ വലിയ മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും ചരിത്ര സംഭവബഹുലമായ പിളർപ്പ് സംഭവിക്കുന്നതും CPIM എന്ന ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും കരുത്തുറ്റ ഒരു പ്രസ്ഥാനമായി രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപപ്പെടുന്നതും അന്ന് അതിൻ്റെ ആ സ്ഥാപക നേതാക്കളിൽ ഏറ്റവും അവസാനമായി ജീവിച്ചിരുന്ന ഒരാളാണ് ഇന്നത്തോടുകൂടി ഇല്ലാതാവുന്നത്, VS അച്യുതാനന്ദനിലൂടെ ഇല്ലാതാവുന്നത് എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ രൂപീകൃതമാക്കിയ നേതാക്കളിൽ, ആ സ്ഥാപക നേതാക്കളിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയും ഇന്ന് ഇല്ലാതായിരിക്കുന്നു. മറ്റൊന്ന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് അദ്ദേഹം മറ്റ് കർമ്മരംഗങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി എന്നതിൻ്റെ അപ്പുറത്തേക്ക്, ഒരു ജനനായകൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് VS എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും ഒരിക്കൽ പോലും നയം കൊണ്ടും നിലപാട് കൊണ്ടും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പോലും വ്യതിചലിക്കാത്ത ഒരു നേതാവാണ് സഖാവ് VS എന്ന് പറയുന്നത്. ആ VS ആണ് ഇന്ന് വിട പറയുന്നത്. അദ്ദേഹം നമ്മൾ
നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റിയാസ് ഓഫ് കെ ഇന്ത്യ മാർ, മാർക്സിസ്റ്റിന്റെ ഡി ബിനോയ് അവിടെ നിന്ന് സംസ്കാര ചടങ്ങുകളിലേക്ക് വരെ എത്തുന്ന രീതിയിൽ ഇപ്പോൾ ആരംഭിക്കേണ്ട പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ബിനോയ് അല്പസമയത്തിനകം മൃതദേഹം AKG സെന്ററിലേക്ക്, അതായത് പഴയ AK സെന്ററിലേക്ക് കൊണ്ടുവരുമല്ലോ അല്ലേ? പഴയ AK സെന്ററിലേക്കാണ് MS ആദ്യം അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരിക. അവിടെ ഏകദേശം 9 മണി വരെ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 9 മണി വരെ അവിടെ പൊതുദർശനത്തിനുള്ള അവസരമുണ്ടാകും. സംസ്ഥാനത്തിന്റെ ഇതിലൊരു ഇന്നും നാളെയും അങ്ങനെയാണ് കാണുന്നത്. നാളെ ഉച്ചവരെ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും അതിനുശേഷം അതിനു മുമ്പ് ഈ രാത്രി 9 മണി വരെ AKG സെന്ററിൽ പൊതുദർശനത്തിന് ശേഷം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, അത് കുടുംബപരമായ ചില ചടങ്ങുകളും പിന്നെ പ്രമുഖരായ ആരെങ്കിലും എത്തുകയാണെങ്കിൽ മാത്രമായിരിക്കും അവിടെ പൊതുദർശനം പറഞ്ഞിട്ടില്ല. പൊതുദർശനം AKG സെന്ററിലും ഒപ്പം ദർബാർ ഹാളിലുമാണ്. അത് കഴിഞ്ഞ് ദേശീയപാത വഴി നാളെ ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത വഴി നേരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. വേലിക്കകത്തെ വീട്ടിലേക്കാണ് എത്തിക്കുക. അതിനുശേഷമായിരിക്കും അവിടുത്തെ പൊതുദർശന ചടങ്ങുകളും മറ്റു കാര്യങ്ങളും തീരുമാനമെടുക്കുക. ഈ ദേശീയപാത വഴി എന്ന് പറയുമ്പോൾ, ഡി ബിനോയ്, ദേശീയപാത വഴി എന്ന് പറയുമ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും അത് ഏത് റൂട്ടാണ് എന്നൊരു സംശയമുണ്ടാകും. അതിനെ ഒന്ന് ഒരു ഏകദേശം ഒന്ന് സൂചിപ്പിക്കാമോ? തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് പിന്നെ ആ പാതയുടെ ഒരു റൂട്ട് മാപ്പ് ഏകദേശം. MS അതിലൊരു ധാരണ എത്തിയിട്ടില്ല. കാരണം ഈ റോഡ് വലിയ പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ സഞ്ചാരപാത എങ്ങനെയെന്നുള്ളതിനൊരു അന്തിമ തീരുമാനവും അതിന്റെ സമയക്രമങ്ങളും അറിയിക്കാമെന്നാണ് AK സെന്ററിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു നീക്കമാണ് നടക്കുന്നതും. എന്തായാലും വലിയ സമയം ഇല്ലാതെ തന്നെ അതായത് വലിയ തിരക്കില്ലാത്ത സമയത്താണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇവിടുന്ന് തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന മൃതദേഹം. അത് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും VS-ന് കാണാനും VS-ന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനും ഒക്കെ നിരവധി ഉണ്ടാകും. അതുകൊണ്ടാണ് AK സെന്ററിൽ നിന്ന് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിനൊരു വ്യക്തമായൊരു ഇത് പാർട്ടി സെക്രട്ടറിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എത്ര സമയമെടുക്കും എന്നുള്ള കാര്യത്തിൽ. കാരണം വളരെ ദീർഘമായ സമയമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊതുദർശനങ്ങൾ പല സ്ഥലത്തായി ഇനി ഏതൊക്കെ സ്ഥലങ്ങളിൽ പൊതുദർശനത്തിന് വേണ്ടി മൃതദേഹം നിർത്തണം അല്ലെങ്കിൽ എവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു അന്തിമ തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ AK സെന്ററിൽ നിന്നും പത്രക്കുറിപ്പായി ഇറങ്ങും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇന്ന് തന്നെ AK സെന്ററിൽ തിരുവനന്തപുരത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരവും സമയവും നൽകും. 9 മണി എന്ന് പറയുന്നെങ്കിൽ പോലും അതിൽ കൂടുതൽ സമയം അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നാളെ ദർബാർ ഹാളിൽ 9 മണിയോടുകൂടി എത്തിക്കും. അവിടെ 2 മണി വരെ സമയം ഉണ്ടാകും. ഈ ദർബാർ ഹാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നാളെ ഒരു പക്ഷേ ഈ അവധി സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണം. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം ഒരു പത്രക്കുറിപ്പായിട്ട് തന്നെ ലഭ്യമാകും. അതൊരു വാർത്താക്കുറിപ്പായിട്ട് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സഖാവ് നാസർ കൊളായി നമ്മുടെ